വോട്ടർമാരെ സ്വാധീനിക്കാൻ $21 മില്യൺ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെലവാക്കി. നടക്കുന്ന ഡീപ് സ്റ്റേറ്റ് വിവരങ്ങൾ വീണ്ടും പുറത്ത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ജനകീയ താൽപര്യം അട്ടിമറിക്കാൻ അർബൻ നക്സൽ മോദി വിരുദ്ധ മാധ്യമങ്ങളുമായി ചേർന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നടത്തിയ വൻ ഗൂഢാലോചനയായിരുന്നു ഇത് വെളിപ്പെടുത്തുകയും തുടർന്നുള്ള ഫണ്ടുകൾ റദ്ദു ചെയ്തതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി മേധാവി എലോൺ മസ്ക് ആണ്. ശക്തമായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ താറടിച്ച് അതിനെതിരെ കലാപവും സമരവും കേസുകളും ഉണ്ടാക്കുക, ഇതെല്ലാം ലക്ഷ്യമായിരുന്നു. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത സർക്കാരിനെതിരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, അർബൻ നക്സലുകൾ ഇവരെ കൂട്ടുപിടിച്ച് കലാപം ഉണ്ടാക്കി അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാഖ്, ബംഗ്ലാദേശ് മോഡൽ അട്ടിമറി നടത്താനും നീക്കമുണ്ടായി. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയാൻ ജോർജ് സോറസ് 5000 കോടി ഇന്ത്യയിലേക്ക് ഒഴുക്കി എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ US ഖജനാവിൽ നിന്നും $21 മില്യൺ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബൈഡൻ സർക്കാർ ഒഴുക്കിയത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതെല്ലാം പ്രതിപക്ഷ പാർട്ടികളും ദേശവിരുദ്ധ മാധ്യമങ്ങളും കൈപ്പറ്റുകയായിരുന്നു എന്ന് BJP ആരോപിച്ചു. ഇന്ത്യയിലെ വോട്ടർമാരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നതിനായി മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ $21 മില്യൺ US നികുതിദായകർ ഫണ്ട് ചെയ്ത ഗ്രാന്റ് എലോൺ മസ്ക് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾക്കും രാഷ്ട്രീയ പ്രക്രിയ ശക്തിപ്പെടുത്തലിനും വേണ്ടി വകയിരുത്തിയ $486 മില്യൺ വലിയ ബജറ്റിന്റെ ഭാഗമാണ് $21 മില്യൺ എന്ന് വ്യക്തമാക്കി. ബംഗ്ലാദേശിലേക്ക് ബൈഡൻ സർക്കാർ $29 മില്യൺ നൽകിയിരുന്നു. ഈ $29 മില്യൺ എത്തിയത് അവിടെ കലാപകാരികളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇത്തരത്തിൽ അമേരിക്ക നൽകിയ $29 മില്യൺ ഇന്ധനം ആയിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. അത്രമാത്രം ഇന്ത്യ വിരുദ്ധ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു ബൈഡൻ, ജോർജ് സോറസ്, ഹിൻഡൻബർഗ് ടീം നടത്തിയത്. ഇപ്പോൾ എല്ലാം തുറന്നു പറയുകയാണ് ട്രംപിന്റെ സർക്കാർ. ഇന്ത്യയിലേക്ക് $21 മില്യൺ ഇലക്ഷനിൽ ഒഴുക്കി, ജോർജ് സോറസ് 5000 കോടി ഒഴുക്കി. എന്നിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുടിനാരിൽ പോലും തൊടാൻ ബൈഡനും സോറസിനും ആയില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ ഇലക്ഷനിൽ 400 സീറ്റുകൾ പ്രതീക്ഷിച്ചു എങ്കിലും അധികാരത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. മോദിയെ പരാജയപ്പെടുത്താൻ ഒഴുക്കിയ ഡീപ് സ്റ്റേറ്റ് പദ്ധതിയും തകർന്നു. ഇലക്ഷൻ കഴിഞ്ഞ് EVM-നെതിരെ പ്രചാരണം നടത്തി. രാജ്യത്ത് മറ്റൊരു കലാപം ആസൂത്രണം ചെയ്തതും ചീറ്റിപ്പോയി. ഇപ്പോൾ റദ്ദാക്കിയ ഫണ്ടിങ്ങിനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ബാഹ്യ ഇടപെടൽ എന്ന് BJP വിശേഷിപ്പിച്ചു. അമേരിക്കൻ സർക്കാരിന്റെ അക്കൗണ്ടിലും സ്റ്റേറ്റ്മെന്റിലും ഇന്ത്യയിലെ പോളിംഗിന് $21 മില്യൺ എന്നാണ് കണക്കുകൾ. ഇന്ത്യയിൽ പോളിംഗ് നടത്തുന്നതിന് അമേരിക്കയുടെ $21 മില്യൺ എന്തിന്, ആർക്ക് നൽകി? ഈ $21 മില്യൺ എവിടെ പോയി? ഏതൊക്കെ മാധ്യമങ്ങൾക്കും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാജ്യത്തെയും നമ്മുടെ ഇലക്ഷനെയും ഒറ്റുകൊടുത്ത ഈ HL കാശ് കിട്ടി എന്ന ചോദ്യം ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാവ് അമിത് മാളവ്യ പറയുന്നത് ഇങ്ങനെ: ഇത് തീർച്ചയായും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലാണ്. ഇതിൽ നിന്ന് ആർക്കാണ് നേട്ടം? ഉറപ്പായും ഭരണകക്ഷിക്കല്ല. BJP ദേശീയ വക്താവ് അമിത് മാളവ്യ പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശ ശക്തികൾ ഇന്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് വ്യവസ്ഥാപരമായ നുഴഞ്ഞുകയറ്റം നടത്തി. പ്രത്യേകിച്ച് ശതകോടീശ്വരൻ ജോർജ് സോറോസിനെയും തന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിലൂടെ ഇന്ത്യയിൽ അട്ടിമറി പ്ലാൻ ചെയ്തു എന്നും മാളവ്യ പറഞ്ഞു. ബംഗ്ലാദേശിലും ഇറാഖിലും സിറിയയിലും ഒന്നും നടത്തിയ കളികൾ ഇവിടെ നടക്കില്ല എന്നും ഇത് രാജ്യം വേറെയാണ് എന്നും ദേശസ്നേഹികളായ ഭാരതീയരുടെ നാടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വീണ്ടും കോൺഗ്രസ് പാർട്ടിയുടെയും ഗാന്ധിമാരുടെയും അറിയപ്പെടുന്ന സഹപ്രവർത്തകനായ ജോർജ് സോറോസ് ആണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നും മാളവ്യ തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.